ഹലോ ഫ്രണ്ട്സ്, പെരുന്നാളൊക്കെ ആവാനായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാട്ടോ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കോട്ടകക്കാണ് പോകണമെന്ന് വിചാരിക്കുന്നത്. കോട്ടയ്ക്ക് പോയിട്ട് സീനത്ത് കയറാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ദാ സീനത്ത് കയറി. അവിടെ ആകെ തിരക്കില്ലാത്തൊരു സെക്ഷൻ ഇതായിരുന്നു കേട്ടോ. ആൻറ്റി വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആൻറ്റി മിനു ആണ് കേട്ടോ അപ്പോൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ എന്താ ബാവാക്ക് ഷർട്ട് നോക്കുകയാണ് കേട്ടോ. ബാവ എന്ന് പറഞ്ഞാൽ ഉപ്പപ്പയാണ് കേട്ടോ. ഉപ്പപ്പാക്ക് ഷർട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ മാത്രമേ തിരക്കില്ലാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ സെക്ഷനിലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് നിന്നാൽ നമ്മളിങ്ങനെ കറങ്ങും. അങ്ങനെ തട്ടിയിട്ടുകൊണ്ടിരിക്കണ അത്രയും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞങ്ങൾ ഷർട്ടൊക്കെ എടുത്തു. ആൻറ്റിയൊക്കെ എത്തി ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ട് കേട്ടോ. നെയ്തി നൈഷാനി വരുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ട് ഏപ്രിലിൽ. അപ്പോൾ ഞാൻ ഇതിന് ഡ്രസ്സ് എടുക്കാതെ കല്യാണത്തിന് എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓൽക്കും എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഒരു കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കൂടെ അല്ല, ഒരു ബസ്സിനാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തി 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാട്ടോ ഓരെത്തിയത്. അങ്ങനെ ഓരെത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ തിരക്കൊണ്ട് ഞങ്ങൾ ആർക്കും ഡ്രസ്സൊന്നും നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. നോക്കാനൊന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനും ഐസൂനും മാത്രം വേറെ ഡ്രസ്സ് എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് അത് വാങ്ങിയിട്ട് തന്നെ കിട്ടാൻ കുറേ ടൈം എടുത്ത് 1.5 മണിക്കൂറിലേറെയായിട്ട് എടുത്തു. അപ്പോൾ ഉമ്മച്ചിയും ആൻറ്റിയും അവിടെ നിന്നിട്ട് ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഷീമാള പറഞ്ഞ ഷോപ്പിൽ പോയി. പക്ഷെ അവിടുന്ന് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അവിടുന്ന് ഇറങ്ങി. പിന്നെ ദാ മിനുവിന് വള വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫാൻസി കടയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ ഞങ്ങൾ KMT കാട്ട പോയത്. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും ആൻറ്റിയും മിനും കൂടി ഫാൻസി പോയ സമയത്ത് ഉമ്മച്ചിയും ചിന്നും ജിഞ്ചും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ KMTക്ക്. ഞങ്ങൾ പിന്നെ വന്നത്. അപ്പോൾ അതാ ഞങ്ങൾ വന്നപ്പോൾ അതാ ഇവൻ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഓരോരുത്തർ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ ചുരിദാറൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേപോലെ ഓളെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓളെ തന്നെ കണ്ണാടി നോക്കിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓളിവിടെ KMTയിൽ എത്തിയപ്പോഴാട്ടോ ഓൾക്ക് ഉഷാറായത്. കാരണം സീനത്തിൽ തിരക്കൊണ്ട് ഓൾക്ക് മണ്ടി നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഓൾക്ക് പിരാന്തടിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഓൾക്ക് മണ്ടി നടക്കാൻ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. കാരണം അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഓൾക്ക് സുഖമായിട്ട് ഓൾ എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഫുൾ ടൈം ഫോണിൽ തന്നെ ആയിരുന്നു കേട്ടോ അവിടുന്ന്. ഞങ്ങൾ കുറച്ച് നേരം ഡ്രസ്സൊക്കെ പോയി നോക്കും, ട്രയൽ ചെയ്യും. പിന്നെ പിന്നെയും വന്നിട്ട് വീഡിയോ എടുക്കും. ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പണി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഡിവു ഭയങ്കര സുഖമായിട്ട് നൈഷാൻ്റെ മേത്ത് കിടന്ന് ഇങ്ങനെ ഫോണിൽ കാണുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് താഴത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ 4 മണിക്കാണ് ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത്. നോമ്പറക്കാൻ വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഉമ്മമ്മ വിളിച്ചിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ വരാൻ പറഞ്ഞു. കോട്ടയ്ക്ക് തന്നെയാണ് ഉമ്മാൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. ഐസൂന് അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് 2 ബലൂണൊക്കെ കിട്ടിയിരുന്നുണ്ട്. അതുകൊണ്ട് ഓള് അതിന്മേൽ കളിച്ച് നിൽക്കായിരുന്നു. അതായത് നമ്മൾ സീനത്തിൽ നിന്ന് വാങ്ങിയ കവർ ഒരവിടെ ആദ്യം നമ്മൾ കയറിയപ്പോൾ വാങ്ങി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കിട്ടി, സാധനമൊക്കെ കിട്ടി. നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അതായത് ഉമ്മാൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയേക്കിന് ആൻറ്റിക്കും ഉമ്മമാക്കൊക്കെ ഞങ്ങളെടുത്ത ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം നല്ല ഉറക്കം ഉറങ്ങിട്ടോ. കാരണം അത്രയും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതായിരുന്നല്ലോ, നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരത്താട്ടോ നീച്ചുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. സമൂസയും പിന്നെ ആൻറ്റിൻ്റെ സ്പെഷ്യൽ പരിപ്പുവടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അവിടുന്ന് ബാക്കി ഫുഡൊക്കെ ഞങ്ങൾ പാഴ്സൽ എടുക്കുക ചെയ്തത്. കാരണം ചിഞ്ചുവിന് വീട്ടിൽ വന്നിട്ട് വേണം പോവാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ ബാക്കി വീട്ടിലേക്ക് കൊണ്ടുവരട്ടെ ചെയ്തത്. പിന്നെ ഇത് പിറ്റേ ദിവസത്താണ് കേട്ടോ. ഞങ്ങൾ ഫാൻസിയും ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും പോണ കോട്ടപിടിക്കത്തെ ഒരു ഷോപ്പിലാട്ടോ പോയത്. കാരണം അന്ന് പോകാനുള്ള ടൈം കിട്ടിയില്ല വെച്ചാൽ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. അതാ ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സെയിം ചെരുപ്പ് തന്നെയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വെറുതെ ടോക്കിയതാണ് കേട്ടോ. കാരണം ബ്ലാക്ക് മക്ക കണ്ണ് ആദ്യം പോവുക, അങ്ങനെ ടോക്കിയതായിരുന്നു. പിന്നെ അതൊക്കെ ഉരച്ച് ഞങ്ങൾ എല്ലാവർക്കും ചെരുപ്പൊക്കെ എടുത്തു. പിന്നെ അമ്മച്ചിക്ക് ആദ്യം വളയും മാലയൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ബ്രേസ്ലെറ്റൊക്കെ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമാവുന്നത് ഓരോരുത്തരിങ്ങനെ എടുക്കുന്നുണ്ട്, നോക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനിവിടെ ഇങ്ങനെ ക്യൂട്ടായിട്ട് കുറേ ക്ലിപ്സ് കണ്ടിട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ്. ഞങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ബ്ലാക്ക് ഹാർട്ടിൻ്റെ ക്ലിപ്പില്ലേ, അതിൻ്റെ ആവശ്യമുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ അതൊരു ക്യൂട്ടായിട്ടൊരു ബാഗ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ എടുത്ത് നോക്കിയത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അങ്ങനത്തെ കുറേ ബാഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ കണ്ടപ്പോൾ രസത്തിന് ഇങ്ങനെ നോക്കിയിരുന്നതായിരുന്നു. പിന്നെ അങ്ങനത്തെ സെറ്റ് വളല്ലേ, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ അങ്ങനത്തെ കുറച്ച് വള വേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ അവിടുന്ന് വാങ്ങാനുള്ള ഫാൻസി ഐറ്റംസൊക്കെ എല്ലാം വാങ്ങി അവിടുന്ന് ഇറങ്ങിട്ടോ. പിന്നെ നോമ്പറക്കാൻ വേണ്ടിയിട്ട് കടിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പൊറാട്ടയും സമൂസയും കട്ട്ലറ്റൊക്കെ
വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഒരു ഫാൻസി കടയിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. യുവിന് തൊപ്പിയും പിന്നെ ഐസിന് പോപ്പിറ്റ് വാങ്ങണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിൽ തന്നെ ഉള്ളൊരു ഷോപ്പിൽ നിന്നാട്ടോ കിട്ടിയത്. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. ബസ് വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം പോസ്റ്റായി. അതിന് ശേഷം ഇതേ ബസ് കയറിയപ്പോൾ സീറ്റ് കിട്ടിട്ടോ ഭാഗ്യത്തിന്. കാരണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. സീറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീറ്റ് കിട്ടി. അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.